തോറ്റവരാ, തോറ്റുപോയവരാ. ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമളും രാജലക്ഷ്മി അമ്മയൊക്കെ. അച്ഛാ, കൈമളേട്ടാ, ഇനിയൊന്നും പറയില്ല. ജഗദീഷേ, ചേച്ചി, ചെമ്പകമംഗലത്തെ ആണുങ്ങളുടെ എല്ലാം ചോരി ഉറഞ്ഞ് കട്ടിയായി പോയെങ്കിലും ഈ സാവിത്രി ഒറ്റയ്ക്ക് പോയി ഭർത്താവിന്റെ മൃതദേഹം കൊണ്ടുവരും. ആ മുഖത്ത് അവസാനമായിട്ടൊരു മുത്തം കൊടുത്ത് യാത്രയാക്കണം എനിക്ക്. ആണായാലും പെണ്ണായാലും ഉശിരുള്ളവർക്കൊപ്പം വരാം. അങ്ങനെ ഒരു കൂടപ്പിറപ്പ് ഓടി ചിതയിൽ എരിഞ്ഞു തീർന്നു. മറ്റൊരു ബലിയാട്. അച്ഛനെന്താ, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലേ? സഹിക്കണം. ഒരു മകൾ ഇതുപോലെ പോയിട്ട് സഹിച്ചില്ലേ? ഇതും സഹിക്കണം. അതുപോലെ തന്നെ മകന്റെയും മകളുടെയും മരണത്തിന് ഉത്തരവാദികൾ അച്ഛൻ ന്യായീകരിക്കുന്ന ആ ചെമ്പകമംഗലംകാര് തന്നെയാ. ഇനി അച്ഛൻ പറ, ഞാൻ അവരോട് ഇതിനൊക്കെ പ്രതികാരം ചെയ്യണ്ടേ? ഓർക്കാപ്പുറത്ത് എന്റെ മകൻ പോയ സങ്കടത്തിലാണ് ഞാൻ. എങ്കിലും പറയാതിരിക്കാൻ വയ്യ. നീ കാണിച്ചത് മര്യാദകേടും അക്രമവുമാണ്. രാമഭദ്രന് ഭാര്യയുണ്ട്. അവന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവനൊരു മകനുമുണ്ട്. എന്നിട്ടും അവരെയൊക്കെ ധിക്കരിച്ച് അവന്റെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചത് ഗുണ്ടായുസമല്ലേ? ഓ, അച്ഛന് മകൻ മരിച്ചതിലല്ല സങ്കടം, ചെമ്പകമംഗലത്തുകാരെ വേദനിപ്പിച്ചതിനാ അല്ലേ? ചെമ്പകമംഗലത്തെ കാർത്തിക് എന്റെ കൊച്ചുമകനാണടി. അവനെയാ നീ വേദനിപ്പിച്ചത്. അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? അച്ഛന്റെ മകൻ രാമഭദ്രന്റെ മരണം സ്വാഭാവികമല്ല. ഡെഡ് മണി അടയ്ക്കാൻ നിർവാഹമില്ലാഞ്ഞിട്ട് അവര് തൂക്കിക്കൊന്നതാ. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നതല്ല. ആരും എന്നോട് പറഞ്ഞതുമില്ല. അച്ഛനെ അറിയിച്ച് വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ അറിയിക്കാണ്ടിരുന്നതാ. ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മകൻ മരിക്കില്ലായിരുന്നു. ചെമ്പകമംഗലംകാരുമായി ആലോചിച്ച് ഞാനതിനൊരു പരിഹാരം ഉണ്ടാക്കുമായിരുന്നു. ഇത് നീയും നിന്റെ ഭർത്താവും കൂടി ആലോചിച്ച് നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കിയതാ.
2 മക്കളെ കൊലയ്ക്ക് കൊടുത്തിട്ടും അച്ഛൻ ഇപ്പോഴും അവരുടെ ഭാഗത്താ. അതാ അത്ഭുതം. എയർപോർട്ടിൽ എത്തിച്ച എന്റെ ഭർത്താവിന്റെ ഡെഡ് ബോഡി നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നെന്നറിഞ്ഞു. ആ എന്താ? രാമേട്ടന്റെ ശവശരീരത്തിന് പോലും ഞങ്ങൾക്ക് അവകാശമില്ലേ? അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ അതിങ്ങോട്ട് കൊണ്ടുപോകുന്നതില് ഞങ്ങൾക്കെതിരൊന്നുമില്ല. പക്ഷേ അതെന്നോടൊന്ന് പറയായിരുന്നു. ആ വക മര്യാദയൊന്നും ഇന്ദ്രജിക്കില്ലെന്ന് സാവിത്രിക്ക് അറിഞ്ഞൂടെ? ഇപ്പോ ഒരു തർക്കത്തിലുള്ള സമയമൊന്നുമല്ല ഇന്ദ്രജെ. നമ്പ്യാരെ, നമ്മളെല്ലാവരും ഒരുപോലെ ദുഃഖത്തിലാ. മനസ്സ് തകർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ മുൻ വൈരാഗ്യമൊക്കെ മാറ്റിവെക്കാൻ മകളോട് പറയേ. ഞാൻ നിസ്സഹായനാണ് കൈമളെ, എല്ലാ അർത്ഥത്തിലും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഒരാൾ ഇല്ലാതായിരിക്കെ. ഈ അവസരത്തിലെങ്കിലും എല്ലാവരും പരസ്പരം എല്ലാം മറക്കണം. ഇന്ദ്രജെ, എന്റെ രാമേട്ടനെ എവിടെ കിടത്തിയിരിക്കുന്നത്? എനിക്കെന്റെ രാമേട്ടനൊന്ന് കാണണം. നീ തന്നെയല്ലേ നിന്റെ ഭർത്താവിന് മരണത്തിന് വിട്ടുകൊടുത്തത്? ഓരോ നിമിഷവും മനസ്സുരുകി ഇരുന്നപ്പോഴും ഒടുവില് പോലീസ് കൊണ്ടുപോയപ്പോഴും നീ ഡെഡ് മണി കൊടുക്കുമെന്നും പറഞ്ഞ് എന്റെ ഏട്ടനെ വ്യാമോഹിപ്പിച്ചു. ഒടുവില് ചതിച്ചു. എന്റെ ഏട്ടനെ അവര് തൂക്കിലേറ്റി. രാമഭദ്രൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നുവെന്ന് സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല നമ്പ്യാരേട്ടാ. ഇനിയിപ്പോ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. രാമേട്ടൻ നമ്മളെ വിട്ടുപോയി. തർക്കവും വഴക്കവും ഒക്കെ ഒഴിവാക്കി രാമേട്ടന്റെ അന്ത്യകർമ്മങ്ങളെങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യണം. ആ ആത്മാവിനോടെങ്കിലും നീതി പാലിക്കണം. ഇന്ദ്രജെ, എന്റെ രാമേട്ടൻ എവിടെ കിടത്തിയിരിക്കുന്നേ? രാമേട്ടനെ ഇനി ആരും കാണില്ല. ഡെഡ് ബോഡി ഞാൻ സംസ്കരിച്ചു. ബോഡി സംസ്കരിച്ചെന്നോ? എന്താ അഹങ്കാരമാ ഈ ഒരുമ്പെട്ടവള് പറയുന്നത്? രാമഭദ്രന്റെ ഭാര്യയായ ഞാനും ഞങ്ങളുടെ മകനും ജീവിച്ചിരിക്കുമ്പോ ബോഡി നീ സംസ്കരിച്ചെന്നോ? എന്തൊക്കെയാ ചെവിളി പറയുന്നേ? അവള് ചെയ്ത കാര്യങ്ങളാ മോളെ അവള് പറയുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിസ്സഹായനാ. രാമേട്ടന്റെ ബോഡി സംസ്കരിക്കാൻ നിനക്കെന്താ അവകാശം? അതിന് അവകാശമുള്ളവരെ അദ്ദേഹത്തിന്റെ ഭാര്യയും മോനുമാ. അവകാശത്തിന്റെ കാര്യമൊന്നും പറയണ്ട. അങ്ങേരെ തൂക്കി കൊല്ലുന്നത് വരെ കാത്തിരുന്നിട്ട് തൂക്കി കൊന്നതിന് ശേഷം ശവം വേണമെന്ന് പറഞ്ഞാല് വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. നിർത്തടി. അവന്റെ ബലികർമ്മം ചെയ്യേണ്ട മകൻ ചെമ്പകമകലത്തുണ്ട്. അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാതെ നീ ശവമടക്കിന്ന് പറഞ്ഞ ഇവിടെ ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. ആളുകളുണ്ടെങ്കിൽ കൊണ്ടുവാ. അവരാരൊക്കെയാന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാനൊന്നടി ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഞങ്ങള് പുറത്തുനിന്ന് ആരെയും എടുക്കാറില്ല. ചെമ്പകമംഗലത്ത് വന്ന് നീ കുരയ്ക്കുമ്പോ നിന്നെ വെറുതെ വിടുന്നത് ഞങ്ങളുടെ മര്യാദ. പക്ഷേ ഇവിടെ വെച്ച് കണക്ക് തീർക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല. സ്ത്രീകൾക്ക് നേരെ അതിക്രമം പാടില്ല എന്നുള്ള നിയമമൊക്കെ നിന്റെ കാര്യത്തിൽ ഞങ്ങളങ്ങ് മറക്കും. വീട്ടിൽ കയറി വന്നും വെല്ലുവിളിക്കുന്നോടാ. ന്യായമായ കാര്യത്തിന് എന്റെ ആങ്ങള നിന്നോട് ദേഷ്യപ്പെട്ടത്. എന്റെ ഭർത്താവിന്റെ ഡെഡ് ബോഡി എനിക്ക് വിട്ടുകിട്ടണം.
അതൊരു ഭാര്യയുടെ അവകാശമാ. കത്തിച്ചാമ്പലായ ശവശരീരം ഞാൻ എങ്ങനെ തിരിച്ചു തരാനാ? നിനക്കും നിന്റെ വീട്ടുകാർക്കും വേണ്ടാത്ത എന്റെ ആങ്ങളയുടെ ശവം എന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്തത്തില് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. അത് നിങ്ങൾ വരുന്നതിന് മുൻപേ ഞാൻ പോയി ഏറ്റുവാങ്ങി ആചാരപൂർവം സംസ്കരിച്ചു. ആചാരപൂർവോ? എന്താചാരം അടി? വായ്ക്കരിയിട്ട് പിതാവിനെ കർമ്മങ്ങളോടെ ചിതയിൽ സമർപ്പിക്കേണ്ടതും ദഹിപ്പിക്കേണ്ടതും സ്വന്തം മകനാ. നീ കടന്നു കയറി ആക്രമിച്ചത് നിന്റെ ചേട്ടന്റെ ഭാര്യയും മകനെയോ? രാമഭദ്രന്റെ ആത്മാവ് നിന്നെ വെറുതെ വിടിലടി. എന്തിനാണോ നാണം കെട്ട നമ്പ്യാരെ താനിങ്ങനെ ജീവച്ഛവം പോലെ ജീവിച്ചിരിക്കുന്നത്? നേരും നെറിയും കെട്ട ഒന്നല്ല, 2 പെൺകുട്ടികൾക്കാ താൻ ജന്മം നൽകിയത്. ഇവരൊക്കെയാ രാക്ഷസികൾ. ഇവരുടെ പേരിൽ ഇങ്ങനെ സ്വയം ഉരുകിത്തീരാതെ പോയി തൂങ്ങിച്ചാവിടോ മനുഷ്യ. അതാ തനിക്ക് നല്ലത്. എടോ, എന്റെ അച്ഛനെ നിർത്ത്. കൈമുള്ളി പറഞ്ഞത് ന്യായമല്ലേ? എന്റെ രാമേട്ടനെ സംസ്കരിച്ചത് എവിടെയാ? കത്തി തീരാറായ ആ പാട്ടനെങ്കിലും എന്നെ ഒന്ന് കാണിക്കില്ല ഞാൻ. ഇത് മാധവ മന്ദിരത്തിലെ ഇന്ദ്രജയുടെ പ്രതികാരം തന്നെയാ. ഒന്നല്ല, എന്റെ 2 കൂടപ്പിറപ്പുകളെയാ ചെമ്പകമംഗലംകാരി ഇല്ലാണ്ടാക്കിയത്. അതിനുള്ള പ്രതികാരം. നീ ജയിച്ചു എന്ന് കരുതണ്ട ഇന്ദ്രജെ. ഞാനിപ്പോ ക്ഷമിക്കുന്നത് എന്റെ ചേച്ചിയെയും ഈ ഇരിക്കുന്ന മനുഷ്യനെ ഓർത്തിട്ടാ. പക്ഷേ നീ ഒന്ന് ഓർത്തു ഇന്ദ്രജെ, നിന്റെ ജീവിതം വൈകാതെ തെരുവിൽ അവസാനിക്കും. നീ ചോരയിൽ കിടന്ന് പെടഞ്ഞ് ചാകും. പ്രതികളും സാക്ഷികളുമില്ലാത്തൊരു മരണത്തിനു വേണ്ടി നീ ഇന്നു മുതൽ കാത്തിരുന്നോ. വാ ചേച്ചി, വാ വാ. എന്റെ രാമേട്ടന്റെ ഒരു പിടി ചാരമെങ്കിലും കാണാനുള്ള അവസരം എനിക്ക് തരണം. അച്ഛാ, ഞാൻ അച്ഛന്റെ മൂത്ത മരുമോളല്ലേ? അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പിന്നെ നീ എന്റെ മുന്നിൽ നിന്ന് ഇത്രയും കരഞ്ഞല്ലേ, ഞാനൊരു ഉപാധി വെക്കാം, ഒരു പരിഹാരം. നിന്റെ ഭർത്താവിന്റെ ചിതാഭസ്മം ഒരു മൺകുടത്തിലടച്ച് ഞാൻ നിനക്ക് തരാം. നിനക്കത് ഗംഗയിലോ യമുനയിലോ ഗോദാവരിയിലോ ഇനി അതും അല്ലെങ്കിൽ വർക്കല ജനാർദ്ദനത്തിലോ കൊണ്ടുപോയി ഒഴുക്കാം. പകരം നീ എനിക്ക് തരേണ്ടത് എന്റെ മീനാക്ഷിയാണ്. കാരണം ഇനി മാധവ മന്ദിരത്തിൽ അവശേഷിക്കുന്ന ഞങ്ങൾ അംഗീകരിക്കുന്ന ഏക അവകാശി മീനാക്ഷിയാണ്. അങ്ങനെയാണെങ്കിൽ അവളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കുമ്പോ നിന്റെ രാമേട്ടന്റെ പട്ടട ഞാൻ നിനക്ക് കാണിച്ചു തരാം. ചിതാഭസ്മം നിനക്ക് തന്നെ വാരിയെടുക്കാം. രാമഭദ്രന്റെ സഞ്ചയനം അങ്ങനെ തന്നെ ആവട്ടെ. എടീ, ഇവളെ ഞാൻ- മോനെ ജഗദീഷേ, അമ്മ വേണ്ട, അമ്മ ഇവിടെ വാ. അമ്മ ഇവിടെ വാ. നമുക്ക് പോവാം.
മോളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ശരീരത്തോട് ഇങ്ങനെ സമരം ചെയ്യരുതെന്ന്. ഞാൻ പിന്നെ ആരോടാ ദൈവമേ സമരം ചെയ്യാ? സ്വന്തം ശരീരത്തിനോടല്ലാതെ. എല്ലാവർക്കും കുറ്റപ്പെടുത്താനും ഇവിടെ ഒരാളുണ്ട്, ഞാൻ. ദുശകുനം. തറവാടിന്റെ രക്ഷയ്ക്ക് തീണ്ട പടകളിൽ നിൽക്കേണ്ടവള്. ഞാനില്ലാതായ തറവാടിൽ ഇനിയെങ്കിലും മരണങ്ങൾ ഉണ്ടാവാതിരിക്കുമല്ലോ. ജീവൻ ഒടുക്കാനുള്ള ധൈര്യം ചോരുന്നത് കാർത്തിയേട്ടനെയും എന്റെ വൈക മോളെ അമ്മയൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴാ. അല്ലെങ്കിൽ തറവാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാമായിരുന്നു. മോളെ, ആരെങ്കിലും സ്നേഹിക്കാനും കാത്തിരിക്കാനും ഉണ്ടെന്നുള്ള പ്രതീക്ഷയില്ല ഈ ലോകത്തുള്ള ഓരോരുത്തരും ജീവിക്കുന്നത്. ലോകത്തുള്ള എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും വാങ്ങിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാനും പറ്റില്ല. പിന്നെ സ്നേഹമെന്നും പരിഗണനയെന്നൊക്കെ പറയുന്നത് എന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇന്നത്തെ സ്നേഹം നാളത്തെ വൈരമായും ഇന്നത്തെ വൈരം നാളത്തെ സ്നേഹമായും മാറാം. നീ പറഞ്ഞില്ലേ എന്നെയും വൈകമോളെയും കാർത്തിമോനെയൊക്കെ കരുതിയ നീ ജീവൻ കളയാത്തതെന്ന്. ഞങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള പ്രതീക്ഷയും നീ തന്നെ മോളെ. പെറ്റമ്മ പോലെ ഉപേക്ഷിച്ച് കളഞ്ഞതാ വൈകമോളെ. ആവോളം സ്നേഹം കൊടുത്തിട്ടും കാർത്തി അവന്റെ ഭാര്യ കൈവിട്ടു. അവർക്കൊക്കെയുള്ള ഏക പ്രതീക്ഷ നീയാ മോളെ. പിന്നെ എനിക്കാരാ മോളെ? എന്റെ ജയരാമേട്ടൻ പോലും. ഒരു വാക്ക് അറിയാതെ നാവീന്ന് വീണുപോയി അമ്മ. അമ്മേനോട് ക്ഷമിക്കും. അമ്മയുടെ മോളല്ലേ ഞാൻ. ഞാൻ എന്താ വേണ്ടെന്ന് അമ്മ പറയും. മോളിരിക്കെ. എന്നിട്ട് ഒരു വറ്റെങ്കിലും ചോറ് കഴിക്കേ. എത്ര ദിവസമായി ജലപാനം പോലും ഇല്ലാതെ. അമ്മയെ നിന്നേ, ഞാൻ അകത്തേക്ക് വരണോന്ന് പറയണോ അമ്മ? എന്താ മോളെ? ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു നാട്ടിൽ വെച്ച് ഒരു കയ്യബദ്ധത്തിലുണ്ടായ അപകടം കാരണം ജീവൻ ഹോമിക്കേണ്ടി വന്നത് എന്റെ ഭർത്താവിനെ അമ്മേ. അത് നഷ്ടപരിഹാര തുക കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരില്. നമ്മളിപ്പോ ചവിട്ടി നിൽക്കുന്ന ഈ ചെമ്പകമംഗലത്തിന് കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും മോളെ, അതൊന്നും ഞങ്ങൾ അറിഞ്ഞതല്ലോ. അറിഞ്ഞതല്ല. നിങ്ങൾ അച്ഛനും അമ്മയും എന്തൊക്കെ അറിയുന്നതെന്നും അന്വേഷിക്കുന്നതെന്നും സ്വയം ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു.
3 മക്കളുണ്ട്. ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമളനും രാജലക്ഷ്മി അമ്മയ്ക്കും. അതില് എന്റെ ഏട്ടൻ ജയറാമേട്ടൻ ദേ മരിച്ചു മുകളിൽ നിൽക്കുന്നു. പിന്നെയുള്ളത് ഞാൻ, നിങ്ങളുടെ ഒരേ ഒരു മകള്. ഭർത്താവ് മരിച്ച് അയാളുടെ ചിതയിൽ ചവിട്ടി നിൽക്കുന്നു. അവശേഷിക്കുന്നത് ഇവന്. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ജഗദീഷേ, നിനക്ക് നിന്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് നീ ജീവിക്കുന്നതെന്ന്? എന്താടാ ഇവള് പറയുന്നതൊക്കെ? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആരെങ്കിലും അത് പറഞ്ഞു തന്നാ പോലും അതൊന്നും നിങ്ങളുടെ തലേ കയറില്ല. കാരണം മക്കളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. സാവിത്രി നിർത്ത. ഞാൻ നിർത്താൻ പോകുന്നില്ലമ്മേ.